ചേച്ചി ഇതെവിടെ പോയി? അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി. ചിരു, ഞാനിവിടെ ഉണ്ട്. ഓ, അത് ശരി, ഇവിടെ വന്നിരിക്ക. വാ ചേച്ചി, അവരെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടും ഇനി ബാക്കി കഴിക്കാനുള്ളൂ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ചേച്ചി വേഗം വാ, നമുക്ക് കഴിക്കാം. എനിക്കിപ്പോ വേണ്ട ചിരു, നീ പോയി കഴിച്ചോ. ദേ ചേച്ചി, ഇത്രയ്ക്ക് വാശി പാടില്ല കേട്ടോ. രഘുവേട്ടന്റെ കൂടെ ഇരുന്ന് ചേച്ചി കഴിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാ അപ്പൊ ഞാൻ വിളിക്കാതിരുന്നെ. ദേ, അവരെല്ലാരും എഴുന്നേറ്റ് കൈ കഴുകി അവരവരുടെ പാട്ടിന് പോയി. നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ചേച്ചി. എടി, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വിശപ്പില്ല, നീ പൊയ്ക്കോ. ചേച്ചിക്ക് വിശപ്പില്ലാഞ്ഞിട്ടൊന്നും അല്ല, രഘുവേട്ടനോടുള്ള പകയാ മനസ്സിൽ, അടങ്ങാത്ത പക. ഞാൻ വിചാരിച്ചത് എല്ലാരും കൂടെ ഉപദേശിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഈ മനസ്സൊന്ന് അയഞ്ഞു കാണുന്ന എവിടെ വന്ന് വന്ന് അമ്പിളി ചേച്ചിയുടെ മനസ്സ് കരിങ്കല്ലായിക്കൊണ്ടിരിക്കുക. അതെടി, എന്റെ മനസ്സ് കരിങ്കല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ജീവനോട് ഇങ്ങനെ നിൽക്കുന്നത്. നിനക്കൊക്കെ ഞാൻ ചത്തൊടുങ്ങി കാണുന്നതല്ലേ ഇഷ്ടം. എന്താ അമ്പിളി, എന്താ ഇതൊക്കെ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്താ ചീരു, എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത്? വഴക്കൊന്നുമില്ല അച്ഛാ. അമ്പിളി ചേച്ചി കുറെ നേരമായിട്ട് പുറത്തു വന്നിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ വന്ന് വിളിച്ചപ്പോഴേക്കും ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്പിളി ചേച്ചി ഒറ്റയ്ക്കായി പോവെന്ന് കരുതി ഞാൻ ഇതുവരെ കഴിക്കാതെ വിശന്നിരുന്നത്. അതുപോലും മനസ്സിലാക്കാതെ ഈ ചേച്ചി. അത് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണോടി നീ എന്റെ മനസ്സ് കരിങ്കലാണെന്ന് പറഞ്ഞത്? അതോ ഞാൻ എല്ലാം മറന്ന് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കുമ്പിടാത്തതിന്റെ പേരിലോ? പറയടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. രഘുവേട്ടൻ ഭൂമിയോളം താണു തന്നില്ലേ, ഇനി ഈ മനുഷ്യനോട് ചേച്ചിക്ക് ക്ഷമിച്ച എന്താ? ചിരു, വേണ്ട. ഇന്നൊരു നല്ല ദിവസമല്ലേ. ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട. അമ്മവാ, ഇതാ ഞാൻ പറഞ്ഞേ, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം. രഘുവേട്ടാ, സാറില്ല ചിരു. മോളെ അമ്പിളി, മോളെ അമ്പിളി, ഇന്നത്തെ ദിവസങ്ങളിൽ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ഇന്ന് തന്നെ ഞാൻ അവനെ ഇവിടുന്ന് ഇറക്കി വിടണോ? അച്ഛൻ ആരെ ഇറക്കി വിടണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെയും നിരന്തരം ചതച്ചോണ്ടിരിക്കുന്ന ഒരാള് ഈ വീട്ടിലുള്ളപ്പോ ഞാനും എന്റെ മോളെ ഇവിടെ നിൽക്കില്ലച്ച. വേണ്ട മോവ, ഞാൻ കാരണം അമ്പിളിക്കും മോൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥ വരരുത്. ഞാനിപ്പോ തന്നെ പോവാ. രഘു, എന്നെ തടയാൻ നോക്കണ്ട മാവ, ഞാൻ നിൽക്കൂല. ഇപ്പോഴും എന്നെ ചതിനായിട്ട് കാണുന്ന അമ്പിളിയുടെ കൂടെ നിൽക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നെ ചതിച്ചോണ്ടിരിക്കാന്നുള്ളതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ എല്ലാവരുടെ മുമ്പിലും കാണിക്കണോന്ന്. ചിലരുടെ വെറുപ്പ് തോന്നിയ അയാൾ ചെയ്യുന്നതെല്ലാം തെറ്റായും കുറ്റമായൊക്കെ തോന്നും. നിന്റെ കണ്ണിലിപ്പോ ഞാൻ അങ്ങനെയാ. അതുകൊണ്ട് നീ കൂടുതൽ തെളിവുകളൊക്കെ ഉണ്ടാക്കി എന്നെ നാണം കെടുത്താൻ നോക്കണ്ട. ഞാൻ ഒഴിഞ്ഞു പോക്കോളാം. മോളെ എല്ലാവരുടെ മുമ്പിലും തെളിവ് സഹിതം തുറന്ന് കാട്ടപ്പെടുമെന്ന് തോന്നിയപ്പോ വണ്ടി എടുത്ത് രക്ഷപ്പെടുക. അതിന് മാത്രം പുതിയതായിട്ട് എന്ത് തെളിവാ രഘുവേട്ടനെതിരെ ചേച്ചിയുടെ കയ്യിലുള്ളത്? എന്റെ കയ്യിലില്ല, പക്ഷേ ആ വണ്ടിയിലുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചെന്നേ രഘുവേട്ടന് മനസ്സിലായിടി. മതി, ഇനി എന്തായാലും അങ്ങനെ ഒരു ചർച്ച ഇവിടെ വേണ്ട. ഇന്ന് വിഷുവാ. ഈ ദിവസത്തിന്റെ മഹത്വമെങ്കിലും ഓർക്കണം എല്ലാവരും.
പറഞ്ഞല്ലേ അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. നീയും അമ്മയും കൂടെ ഇവിടെ നിന്നോ കേട്ടോ. ഉച്ചയ്ക്ക് വിഷുസദ്യയൊക്കെ കഴിച്ച് എല്ലാവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഇന്ദ്രേട്ടാ, സദ്യയെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ? വീട്ടിൽ പോയാ അവിടെയും സദ്യ തന്നെ ആയിരിക്കില്ലേ? ആ, അവിടെ എന്താന്ന് ആർക്കറിയാം. ഞാൻ എന്തായാലും ഉടനെ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമേ വീട്ടിൽ കയറൂ. ഇന്ദ്രേട്ടാ, അതുവരെ ഇന്ദ്രേട്ടൻ എങ്ങനെ സമയം ചെലവഴിക്കും? എവിടെ പോയിരിക്കും? ആ, അനുവിന്റെ വീടല്ലേ അവിടെ. ഭാനുവമ്മയ്ക്ക് വിഷുസദ്യ എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ വല്ലതും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ട് അവിടെ പോയി റെസ്റ്റ് ചെയ്തോളാം. ആ വീട് അനുവിന്റെ മാത്രം വീടൊന്നും അല്ല, നമ്മുടെ വീട്. അതുകൊണ്ട് ഇനി പറയുമ്പോഴേ അനുവിന്റെ വീട് എന്ന് പറയേണ്ട കാര്യമില്ല. ഓ ശരി ശരി ആയിക്കോട്ടെ. എങ്കിലേ നീ വേഗം എന്റെ ഡ്രസ്സ് എടുക്ക്, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇന്ദ്രേട്ടാ, എന്താ ഇത്ര ധൃതി? ഇവിടെന്ന് സദ്യ കഴിക്കേണ്ടതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു പോവാം. അവിടെ ആരും കാത്തിരിക്കാനൊന്നും ഇല്ലല്ലോ. ഉം.